ഫിഫ ലോകകപ്പിൽ കാനഡയെ തകർത്ത് മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ കടന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ വിജയം. അസൈദീൻ ഔനാഹിയുടെ ഇരട്ട ഗോളും ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ ഹമീനിയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2026 ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ പ്രീ ക്വാർട്ടർ മത്സരം കാനഡ വസ് മൊറോക്കോ. ആദ്യ രാജ്യമായ കാനഡ വസ് മൊറോക്കോ ഏറ്റുമുട്ടിയപ്പോൾ മൊറോക്കോയോട് 3-0 കാനഡ പരാജയപ്പെടുകയും ചെയ്തു. മൊറോക്കോ ഒരു അർഹിച്ച വിജയം തന്നെ നേടിയെന്ന് പറയാം. നമുക്കറിയാവുന്നതുപോലെ മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. അവർ ആ ഒരു പ്രകടനം ഈ വേൾഡ് കപ്പിലും തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിലേക്ക് വന്നത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരു 20 മിനിറ്റോളം കളി നിയന്ത്രിച്ച് കളിച്ചത് കാനഡയാണെന്ന് നമുക്ക് പറയാം. കാരണം കാനഡ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ചില മുന്നേറ്റങ്ങൾ എസ്താക്യു, അഹമ്മദ് അവരുടെ മിഡ്ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ ഒലിവേസി എന്നിവരുടെ ചില മുന്നേറ്റങ്ങൾ, മറുവശത്ത് ഗോൾ കീപ്പർ യാസീനെ ബൊണോയിൻ്റെ സേവുകൾ കണ്ടിരുന്നു ആദ്യ 20 മിനിറ്റുകൾ. അതിനുശേഷം മത്സരം നിയന്ത്രിക്കുന്ന ഒരു മൊറോക്കയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവർ പൊസിഷൻ കീപ്പ് ചെയ്ത് മത്സരത്തിലേക്ക് തിരികെ വരുന്നൊരു കാഴ്ചയും കണ്ടു. ആദ്യ പകുതി 0-0 എന്ന നിലയിൽ അവസാനിക്കുകയും ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിലേക്ക് വന്നാൽ രണ്ടാം പകുതിയിൽ ആക്രമിച്ചു കളിക്കുന്ന മൊറോക്കയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവർ കളി പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് രണ്ടാം പകുതിയിൽ കൊണ്ടുവന്നിരുന്നു. രണ്ടാം പകുതിയിലെ 50-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. ഹക്കീമി എടുത്തൊരു ഫ്രീ കിക്ക്. ഹക്കീമി വലത് വിങ്ങിൽ നിന്നും ബോക്സിന് വെളിയിലായി ഹക്കീമി എടുത്തൊരു ഫ്രീ കിക്ക് അദ്ദേഹം ഒരു കട്ട് ബാക്ക് പാസിലൂടെ അദ്ദേഹം അസദിനി ഔനി എന്ന് പറയുന്ന അവരുടെ 8-ാം നമ്പർ താരത്തിന് കൈമാറുകയും അദ്ദേഹം ഒരു ലോ ഡ്രൈവ് ഷോട്ടിലൂടെ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആദ്യ ഗോൾ പിറന്നു. ഡി ഏരിയയിൽ വെച്ച് അദ്ദേഹം എടുത്തൊരു മനോഹരമായ ലോ ഡ്രൈവ് ഷോട്ടിലൂടെ ആദ്യ ഗോൾ പിറക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് കാനഡ ഗോൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ആ കാനഡ നടത്തിയൊരു ശ്രമം പിടിച്ചെടുത്ത മൊറോക്കോ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയും ബ്രാഹിം ഡിയാസിന്റെ ഒരു പാസിലൂടെ അസദിനി ഒവിനി രണ്ടാം ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാം ഗോൾ പിറന്നു. വീണ്ടും ഒരു സ്റ്റണ്ണിങ് ഫിനിഷിങ്ങിലൂടെ ബോക്സിനകത്ത് വെച്ചൊരു സ്റ്റണ്ണിങ് ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം രണ്ടാം ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 82-ാം മിനിറ്റിൽ തന്നെ മൊറോക്കോ 2-0 മുന്നിലെത്തുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കാനഡയും അറ്റാക്കിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കളിയിൽ പൊസിഷനും മറ്റും കളിയുടെ മൊത്തം സ്റ്റാറ്റ്സ് എടുത്തു നോക്കിയാൽ മൊറോക്കോക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. അങ്ങനെ 90+8-ാം മിനിറ്റിൽ മൊറോക്കോ 3-ാം ഗോൾ നേടി. ബ്രാഹിം ദിയാസിന്റെ ഒരു മുന്നേറ്റമായിരുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് എന്നോളം വരുന്നൊരു മുന്നേറ്റം. അദ്ദേഹം ബോൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ബോക്സിനകത്ത് വെച്ച് സുഫിയാൻ റഹീമി പകരക്കാരനായി ഇറങ്ങിയ 21-ാം മിനിറ്റിൽ സൈബീരിക്ക് പകരക്കാരനായി ഇറങ്ങിയ സുഫിയാൻ റഹീമി ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 3 ഗോളുകൾ മൊറോക്കോ ഈ മത്സരത്തിൽ നേടുകയും ചെയ്തു. സുഫിയാൻ റഹീമി നല്ല പ്രകടനമാണ്. 21-ാം മിനിറ്റിൽ മാത്രം കളത്തിലേക്ക് വന്ന അദ്ദേഹം സൈബീരിക്ക് പകരക്കാരനായി ഇറങ്ങിയ അദ്ദേഹം നല്ലൊരു പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഒരു തകർപ്പൻ ഹെഡർ ഉണ്ടായിരുന്നു. അത് ക്രോസ് ബാറിൽ തട്ടി പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ 3-0 ഒരു വമ്പൻ വിജയം മൊറോക്കോ സ്വന്തമാക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. മൊറോക്കോ നിലയിൽ എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചത് അഷ്റഫ് ഹക്കീമി, അതുപോലെ തന്നെ ബ്രാഹിം ദിയാസിന്റെ ഒരു പ്രകടനം, അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഈ സുഫിയാൻ റഹീമി എന്നിവരുടെയൊക്കെ ഒരു പ്രകടനം കൊണ്ടും ടീം മൊത്തം ഒത്തിണക്കത്തോടെ കളിച്ചതും കൊണ്ടും അങ്ങനെ കാനഡയ്ക്കെതിരെ മൊറോക്കോ ഒരു വമ്പൻ വിജയം നേടി. കാനഡയുടെ ഭാഗത്ത് നോക്കിയാൽ അവിടെ എസ്താക്യു, അതേപോലെ അഹമ്മദ്, ഒലിവേസി, ക്രപ്പേയു, ഗോൾ കീപ്പർ ക്രപ്പേയും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും മൊറോക്കൻ കരുത്തിന് മുന്നിൽ കാനഡയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു.